പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 12 വർഷക്കാലമായി കോൺഗ്രസിനെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതിന് വേറെ തർക്കമൊന്നുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 2014 രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മത്സരിച്ചു, തോറ്റു. 2019 രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മത്സരിച്ചു, തോറ്റു. 2026 2024 രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മത്സരിച്ചു, തോറ്റു. പക്ഷേ കോൺഗ്രസിൻ്റെ എംപിമാരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായി. ഉദാഹരണത്തിന് 2019 47 എംപിമാരാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. അതിനേക്കാളും കുറച്ച് കൂടുതൽ 2014. ഈ 47 നിന്ന് 99-100 എന്നുള്ള നിലയിലേക്ക് എംപിമാരുടെ എണ്ണം ഇത്തവണ 2024 വർദ്ധിച്ചു. 2019 ഏതാണ്ട് 302 അംഗങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ 2024 ആയപ്പോഴത്തേക്ക് ബി ജെ പിയുടെ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് എന്നുള്ളതിൽ നിന്ന് താഴെ പോയി 240 എന്നുള്ള നിലയിലേക്ക് വന്നു. 2 ഘടകകക്ഷികളുടെ തോളിൽ തൂങ്ങിയാണ് മോദി ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡുവും പിന്നെ ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറും പിന്നെ കുറേ ചെറുകിട ചില്ലറ പാർട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 300 ചില്ലാനം ഇപ്പം ഉണ്ട്. അപ്പോൾ എന്തായാലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് വ്യക്തം. സുഹൃത്തുക്കളെ, നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും കഴിഞ്ഞ 12 വർഷക്കാലത്തെ പ്രചരണം എടുത്ത് നോക്കിയാൽ ആ പ്രചരണത്തിൻ്റെ കുന്തമുന രാഹുൽ ഗാന്ധി ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി കഴിഞ്ഞ 12 വർഷക്കാലമായി അവരുടെ നിരന്തരമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ കാണണം. എന്തൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കും. പപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അധിക്ഷേപത്തിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പപ്പു എന്ന് വിളിച്ചു, അയാൾക്ക് വിദേശത്ത് കുടുംബമുണ്ട് എന്ന് പറഞ്ഞു, അയാൾ വലിയ അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തി, കേസ് കൊടുത്തു. അപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമിയൊക്കെ നിരന്തരം അത്തരം കേസുകൾ, ഇപ്പോൾ നാഷണൽ ഹെറാൾഡുമൊക്കെ ബന്ധപ്പെട്ട കേസുകൾ അതായിരുന്നു. അയാൾക്കാരെ മാനനഷ്ട കേസ് കൊടുത്തു. രാഹുൽ ഗാന്ധിയെ കോടതിയിൽ കയറ്റി ഇറക്കി. രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നത് ദുരൂഹമാണെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ഇവിടുത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനുള്ള കഴിവില്ല, കഴിവുകെട്ടൊരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ 12 വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്തപ്പോഴും ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചണ്ഡമായിട്ടുള്ള പ്രചരണ ആയുധം രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ വിരുദ്ധ പ്രചരണമാണ് കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടിലധികമായി ബി ജെ പിയുടെ പ്രചരണത്തിൻ്റെ മുഖമുദ്ര. രാഹുൽ ഗാന്ധിയെ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കാമോ അത്തരത്തിലെല്ലാം ആക്രമിച്ച് ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസിനകത്ത് ഒരു ഏകാധിപതിയാണെന്നും രാഹുൽ ഗാന്ധി കോൺഗ്രസിനകത്ത് മറ്റുള്ളവർക്കൊന്നും സ്പേസ് കൊടുക്കില്ലെന്നും രാഹുൽ ഗാന്ധി കാരണമാണ് കോൺഗ്രസിനകത്തുനിന്ന് വൻകിട നേതാക്കന്മാരെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഒഴിഞ്ഞു പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുക. ചില ഘട്ടങ്ങളിലൊക്കെ ഈ എതിർ പ്രചരണങ്ങളിൽ ചില വസ്തുതകളുണ്ടോ എന്ന് പോലും നിഷ്പക്ഷരായിട്ടുള്ള നിരീക്ഷകർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നും കൂടെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പോലും ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇതിനകത്തൊക്കെ ചില്ലറ കാര്യങ്ങളില്ലേ? പ്രതിപക്ഷത്തിനെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ട പോലുള്ള കഴിവുണ്ടോ? രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും അറിയാതെ വിദേശത്ത് പോകുന്നത് എന്തിനാണ്? രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് സംഘടനയെ വളർത്താനുള്ള കഴിവുണ്ടോ എന്നൊക്കെയുള്ള ചില്ലറ സംശയങ്ങൾ എന്നെപ്പോലുള്ള നിരീക്ഷകർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൽ പൂർണ്ണമായി കാര്യങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം കോൺഗ്രസ് സംഘടനയെ വളർത്തി വലുതാക്കിയ ഒരു സമര സംഘടനയാക്കി മാറ്റുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായും മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വിമർശന വിധേയനല്ല രാഹുൽ ഗാന്ധി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവത്തിലുണ്ടായിട്ടുള്ള ഒരു അത്യന്തം അഭൂതപൂർവമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ സ്വഭാവത്തിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം, അത് നമുക്ക് ആർക്കെങ്കിലും കാണാതിരിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? 2026 രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന് കൊടുത്ത നേതൃത്വം ചെറിയ കാര്യമാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നോക്കുന്നില്ലേ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാക്ക ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മോദി വിരുദ്ധ പ്രചരണം?
ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിട്ടുള്ള അദാനി വിരുദ്ധ പ്രചരണം, അംബാനി വിരുദ്ധ പ്രചരണം, രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന വസ്ത്രം, രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന വാക്കുകളുടെ ശക്തി, തീവ്രത, ഇതൊക്കെ രാഹുൽ ഗാന്ധിയെ അടിമുടി അടപടലം മാറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എന്താ തർക്കം? ഏറ്റവും പുതിയ അനുഭവം എന്താ? ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം. ആ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ കാലത്ത് രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് വലിയ വിമർശനങ്ങളായിരുന്നു. ആ ഒരു പ്രക്ഷോഭത്തെ കണ്ടെന്ന് നടിക്കുന്നില്ല, അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നില്ല. ആ സമരം നടക്കുമ്പോൾ വിദേശത്തേക്ക് പോകുന്നു. പ്രതിപക്ഷത്ത് പോലും രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കിയുള്ള പാർട്ടികളൊക്കെ അവിടെ ഒന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടും രാഹുൽ ഗാന്ധി വരുന്നില്ല, കോൺഗ്രസ് വരുന്നില്ല എന്നുള്ള അതിശക്തമായിട്ടുള്ള വിമർശനമല്ലേ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നിരുന്നത്? അവസാനം കോൺഗ്രസിലെ ചില നേതാക്കന്മാർ വന്നപ്പോഴും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വരുന്നില്ല, സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള നിലയിലല്ലായിരുന്നോ വിമർശനങ്ങൾ? ആ വിമർശനങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു കൊടുങ്കാറ്റ് പോലെയല്ലേ ആ സമരത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ സമരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചതെന്താ? ആ സമരം ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആ സമരം റാഞ്ചാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആ സമരത്തിൽ ഉയർന്ന വിഷയങ്ങൾ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമാക്കി മാറ്റുന്നതിൽ രാഹുൽ ഗാന്ധി വഹിച്ച പങ്ക് ചെറിയ കാര്യമാണോ സുഹൃത്തുക്കളെ? മോദിയുടെ വീടിന് മുന്നിൽ നടത്തിയ ഐതിഹാസികമായിട്ടുള്ള സത്യാഗ്രഹ സമരം ഒക്കെ സമാനതകളില്ലാത്തതല്ലേ? അതിനുശേഷം നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങൾ, ഈ പെല്ലറ്റ് ഗണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്രമണത്തിന് വിധേയരായവരെ കൊണ്ടുവന്ന് പത്രലേഖകരുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഒക്കെ എത്ര അതിശക്തമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു. മോദിക്കെതിരായിട്ടുള്ള മോദി ഉയർത്തിക്കൊണ്ടുവന്ന ഭയത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ചവിട്ടി തെറിപ്പിച്ച് കളഞ്ഞില്ലേ രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾ കൊണ്ട്? അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലുള്ള പ്രതികരണം ലോക നേതാക്കന്മാർ പോലും അതിനെ വാഴ്ത്തിപ്പാടിയില്ലേ? അതിനുശേഷം രാഹുൽ ഗാന്ധി നടന്ന ഓരോ പത്രസമ്മേളനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ആർജവം, ഇച്ഛാശക്തിയല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ? അദാനിയും അംബാനിയും കൂടെ ചേർന്നിട്ടാണ് RSSനെ നിയന്ത്രിക്കുന്നതെന്നാണ്. RSS പണ്ട് ചെറുകിട കച്ചവടക്കാരെയൊക്കെയാണ് പ്രതിനിധീകരിച്ചിരുന്നതെങ്കിൽ ഇന്ന് അദാനിയുടെയും അംബാനിയുടെയും മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു സംവിധാനമായി RSS മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ആർജവത്തോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും പറയാൻ രാഹുൽ ഗാന്ധിക്കല്ലാതെ ആർക്കാ സുഹൃത്തുക്കളെ കഴിയും? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് കണ്ടു, ഒരു ഹാളിനകത്ത്. ഇത്ര ശക്തമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ മോദിയും വിദേശ പ്രതിനിധികളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അഭിനയിച്ച് കാണിച്ചു. ഒരു MP വിളിച്ചു, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഇതാണ് മോദിയുടെ നയതന്ത്രം എന്ന് പറഞ്ഞു. ആ നിലയിൽ രാഹുൽ ഗാന്ധിയിൽ വന്നിട്ടുള്ള ഒരു അടിമുടിയുള്ള മാറ്റമുണ്ടല്ലോ. ആ മാറ്റത്തിനകത്ത് ചില സൂചനകളുണ്ട്. ആ സൂചനകൾ വളരെ വ്യക്തമാണ്. ആ സൂചന 2029 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാനുള്ള ഒരു സാധ്യതയാണ് അതിൽ നിന്ന് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ നിന്ന് ലോക്സഭയിൽ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും ഒന്നും നേരെ പോലും നിൽക്കാൻ മേലാത്ത അവസ്ഥയാണ്. എത്ര ദിവസമായി അമിത്ഷാ ലോക്സഭയിലേക്ക് വന്നിട്ട് ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി അടിമുടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ നേതാവായി അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ നേതാവായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആ ജൻസി സമരത്തിന് എല്ലാവിധ സംരക്ഷണവും കൊടുത്തുകൊണ്ട് ആ സമരത്തോടൊപ്പം നീങ്ങുകയാണ് ചെയ്തത്. ആ സമരത്തെ ചേർത്ത് പിടിച്ച് നീങ്ങുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അല്ലാതെ ആ സമരം റാഞ്ചാനല്ല രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും. ആ ഭരണമാറ്റം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരിക്കും. അദ്ദേഹം 2029 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടും എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷയിലും അദ്ദേഹത്തിൻ്റെ പോരാട്ട വീറിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുമൊക്കെ കൃത്യമായും നിഴലിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്.